നിയമങ്ങളനുസരിച്ചാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ഈ ഒരു പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അനുമതികളും ഇലക്ട്രിസിറ്റി ബോർഡിന് അതുപോലെ തന്നെ കേരള സർക്കാരിന് ലഭിച്ചിരുന്നു. കേരള സർക്കാരിൻ്റെ കീഴിൽ പരിപൂർണ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് KSEB ലിമിറ്റഡ് അതിൽ നൽകിയിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ അർപ്പിതമായ കടമകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് 2017 ജൂലൈ മാസം 17-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിസ്ഥിതി അനുമതി നിലനിൽക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ ചെയ്തതായിട്ട് കാണുന്നത്. നമുക്ക് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇനി തുടങ്ങാനുള്ള സാധ്യതകളാണ് ഇതിലൂടെ നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതിനുള്ള സംവിധാനം ചെയ്ത ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ KSEB ഓഫീസർ അസോസിയേഷന് വേണ്ടി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി രംഗം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. വൈദ്യുതി രംഗം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂട്ടിലിറ്റി ആയിട്ട് 2011 ലോകബാങ്ക് നടത്തിയ ഒരു പഠനത്തിൽ അവർ പറയുകയുണ്ടായിരുന്നു. അത്തരത്തിൽ മികച്ച ഒരു സ്ഥാപനത്തിലെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ അത്തരത്തിലുള്ളൊരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചതാണ് നമ്മുടെ രാജ്യത്തിന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കൂ, കേരളത്തിൽ വളരെയധികം വ്യവസായങ്ങൾ വന്നത് ഇന്ത്യൻ അലുമിനിയം കമ്പനി TCC അല്ലെങ്കിൽ ഫാക്ട് മുതലായ ഇതൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ വില കുറഞ്ഞ രീതിയിൽ ഉള്ള ജലവൈദ്യുത നിലയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്നും കേരളം മാതൃകയായത്. നോക്കൂ, ഇടുക്കി പദ്ധതി MN ഗോവിന്ദൻ നായർ, അദ്ദേഹം CPIയുടെ ഒരു നേതാവായിരുന്നു, വലിയ നേതാവായിരുന്നു, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഇടുക്കി പദ്ധതിയുടെ അതിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ സംഭരണ ശേഷി എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന നിർദ്ദിഷ്ട അതിരപ്പള്ളി പദ്ധതി അല്ലെങ്കിൽ തുടങ്ങിയ അതിരപ്പള്ളി പദ്ധതിയുടെ 250 ഭാഗം മാത്രമാണ്. അപ്പോൾ നോക്കൂ, ഈ ചെറിയൊരു കാര്യത്തിനെ വലുതായിട്ട് പർവ്വതീകരിച്ചിട്ട് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വൈദ്യുതി പ്രശ്നം അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നമായിട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇവിടെയുള്ള ഒരു ജാഗ്രത ഉയർത്തുന്നുണ്ട്. കപടമായിട്ടുള്ള ജാഗ്രതയാണ് ഇവിടെ പരിസ്ഥിതി പ്രേമികൾ എന്ന് പറഞ്ഞിട്ട് പരിസ്ഥിതി വിശ്വാസികൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ല ഇവിടെ അല്ലല്ല, ആരോപണങ്ങൾ ഒരുപാട് ഉണ്ട് KSEBക്കും സർക്കാരിന് നേരെ. ടെൻഡർ പോലും നടത്താതെ KSEB നേരിട്ടാണ് രഹസ്യമായി ട്രാൻസ്ഫോമർ സ്ഥാപിക്കലും ലൈൻ വലിക്കലും നടത്തിയിട്ടുള്ളത്. വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുകയായിരുന്നു. ട്രാൻസ്ഫോമർ ചാർജ് ചെയ്ത ദിവസം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി തന്നെയാണ് ഇത് ചാർജ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 100 കണക്കിന് ആദിവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടും, 200ഓളം ഹെക്ടർ വനം വെള്ളത്തിൽ മുങ്ങും, അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം നിലയ്ക്കും, ചാലക്കുടി പുഴ വറ്റും, വൈദ്യുതി ഉൽപ്പാദനം ചെലവേറിയതാണ്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഒന്നും KSEB കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ. ഈ പരിസ്ഥിതി സ്നേഹികളെ ഭയന്നുകൊണ്ട് ഇങ്ങനെ രഹസ്യമായ രീതിയിൽ എന്തിന് KSEB ഇങ്ങനെ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കലുമായി മുന്നോട്ട് പോയി? രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു പ്രവൃത്തി നടപ്പാക്കാൻ കഴിയുള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡ് രാജ്യത്തെ ഓഡിറ്റൻസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ള സ്ഥാപനമാണ്. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഈ സ്ഥാപനത്തിൽ നടപ്പാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ രഹസ്യമായിട്ട് ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും എത്ര പണം അതിൻ്റെ അനുസരിച്ച് ചെലവാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. നോക്കുക, ഇലക്ട്രിസിറ്റി ബോർഡ് കേരളത്തിൽ തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. മറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണി ചെയ്യുന്നതിന് വേണ്ടി കേരള സർക്കാർ 1ാം സ്ഥാനം നൽകി കൊടുത്തിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. പാരിസ്ഥിതിക അനുമതി തീരുന്നതിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിക്കുവാനുള്ള തന്ത്രപരമായ ഒരു നീക്കം മാത്രമല്ലേ ഇപ്പോൾ KSEB നടത്തിയിട്ടുള്ളത്? ഈ നിർമ്മാണം തുടങ്ങിയെന്ന് അവിടെ അറിയിക്കുക എന്ന് അത് നടപ്പാവുന്ന കാര്യമാണോ? KSEB പറഞ്ഞത് അതേപടി അംഗീകരിക്കുവാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തയ്യാറാകുമോ? വിതരണ ശൃംഖലയാണോ ആദ്യം പൂർത്തിയാക്കേണ്ടത്? തുടങ്ങേണ്ടത് വിതരണ ശൃംഖലയാണോ എന്നാണ് ശ്രീ P. പ്രസാദ് ആദ്യം ഇവിടെ ഉന്നയിച്ച ചോദ്യമാണ്.
നോക്കൂ, ഇവിടെ നോക്കൂ, കേരള സർക്കാരിൻ്റെ വിദ്യുത് ശക്തി മന്ത്രി പറഞ്ഞിട്ടുള്ളത് സമവായത്തിലൂടെ അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു അവസരം ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ അനുമതി നിഷേധിക്കുമ്പോൾ, ഇല്ലാതാകുമ്പോൾ എന്താണ്, നമുക്ക് നാളെ സമവായം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ജൂലൈ 18-ന് ശേഷം ഒരു സമവായം ഉണ്ടാകുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അനുമതിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ഒരു കാര്യം ചെയ്തത്, വലിയ വിവാദം ഉണ്ടാക്കാതെ തന്നെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത്, ആ പ്രവൃത്തി തുടങ്ങാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. തീർച്ചയായിട്ടും കേരള സമൂഹം, കേരളത്തിൻ്റെ വികസനത്തിനെ, കേരളത്തിൻ്റെ പുരോഗതിയെ കാണുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ മെട്രോ അങ്ങനെയെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ പൂർണ്ണ പിന്തുണ ഈ ഉദ്യമത്തിന് ഉണ്ട് എന്ന് തന്നെയല്ലേ? വകുപ്പ് മന്ത്രി അത്തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു സമവായത്തിലൂടെ കേരളത്തിൽ തോക്കിൻകൊഴിലൂടെ ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കേരള സമൂഹത്തിൽ ഇത്തരത്തിൽ വികസനങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ചെറിയൊരു പദ്ധതിയാണ്. നമ്മുടെ നാട്ടിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കേരളത്തിന് സ്വന്തമായിട്ടൊരു ഊർജ്ജ നിലയം ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥർ എഴുതി നൽകിയത് വകുപ്പ് മന്ത്രി അതേപടി വായിക്കുകയായിരുന്നില്ല. വകുപ്പ് മന്ത്രിയുടെ പൂർണ്ണമായ പിന്തുണ KSEBയുടെ ഈ ഉദ്യമത്തിനുണ്ട്. ഈ അനുമതി പോകാതെ സൂക്ഷിക്കണം എന്ന വ്യക്തമായ നിർദ്ദേശം KSEBക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ? അത് അദ്ദേഹം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നതാണ് ഞാൻ കരുതുന്നത്. അല്ല, അദ്ദേഹമില്ല, വകുപ്പ് മന്ത്രി ഇല്ല. ഇതുവരെ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ഇതുവരെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വന്നാൽ പറയാം. അങ്ങനെ ഒരു നിർദ്ദേശം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവുമല്ലോ. നോക്കൂ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിന് അതിൻ്റേതായ ചട്ടക്കൂടുകളുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കാര്യം ചെയ്യുന്നതിന് അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മുന്നിൽ അത്തരത്തിലൊരു തടസ്സമില്ല ഈ പദ്ധതിയുടെ ഇത്തരം ഈ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന്. അപ്പോൾ അത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരിൽ അർപ്പിതമായിട്ടുള്ള ചുമതലയനുസരിച്ചിട്ട് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദിക്കണം എന്നാണ് KSEB ഓഫീസർ അസോസിയേഷൻ്റെ അഭിപ്രായം. മറ്റ് ഭരണപരമായ രംഗത്തുള്ള ആളുകൾ, മന്ത്രിയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ കാര്യങ്ങൾ വ്യക്തമാണല്ലോ ശ്രീ CR നീലകണ്ഠൻ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. KSEB ഈ ഉദ്യമവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അവിടെ പറയുന്ന ഒരു കാര്യം പ്രസക്തമാണ്. ഈ സമവായം എന്നെങ്കിലും വന്നാൽ അവിടെ വീണ്ടും പാരിസ്ഥിതിക അനുമതി നേടിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഏറെ ബന്ധപ്പെട്ടാണ് പാരിസ്ഥിതിക അനുമതി നേടിയെടുത്തത്. പലതവണ നേടിയെടുത്തു, പദ്ധതി നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് റദ്ദാകുന്നു. ചിലപ്പോൾ പാരിസ്ഥിതിക അനുമതിയുടെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ജയറാം രമേശ് ഇടപെട്ട് റദ്ദാക്കിയ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട് തന്നെ നേടിയെടുക്കേണ്ടതാണ് പാരിസ്ഥിതിക അനുമതി. അതിനുവേണ്ടി ഇനി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സമവായം വരുന്ന സമയത്ത് പദ്ധതി നടപ്പാക്കാൻ പറ്റും. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്ന കാര്യം ബോധ്യപ്പെടുത്തിയാൽ മതി. വകുപ്പ് മന്ത്രിയുടെ വ്യക്തമായ അറിവോടുകൂടി തന്നെയല്ലേ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ KSEB ഒരു സ്വതന്ത്ര ബോഡി ആയതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തു എന്ന് പറയാൻ പറ്റുമോ ശ്രീ CR നീലകണ്ഠൻ? അല്ല, എനിക്കൊരു വളരെ രസകരമായി തോന്നിയൊരു കാര്യം, സമവായം ഉണ്ടായാൽ പിന്നെ പാരിസ്ഥിതിക അനുമതി വേണ്ട എന്ന്. ഇപ്പോഴുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആണ് സമവായം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവേണ്ടത്. ഈ വാദത്തിന് വേണ്ടി പറയണമെന്ന് വെക്കാം. അപ്പോൾ വീണ്ടും പാരിസ്ഥിതിക അനുമതി എടുക്കേണ്ടി വരും. കാരണം പദ്ധതിയുടെ രൂപരേഖയിൽ മുഴുവൻ മാറ്റം വരും. ഇപ്പോഴുള്ള പദ്ധതി ഇതുപോലെ നടപ്പാക്കി അതിനെന്ത് സമവായം ഉണ്ടാവാനാ? ബാക്കിയുള്ളവരൊക്കെ എന്ത് വേണ്ടി നശിച്ചോട്ടെ എന്ന് പറയുന്നു. അവിടെയാണ് പ്രശ്നം. ഇതിൽ ഞാൻ പറയുന്നത്, ഇന്നത്തെ രൂപത്തിൽ എന്തായാലും ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം, മന്ത്രിക്കും അറിയാം. എന്നിട്ടും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. SP രവി ഇവിടെ ഉണ്ട്. ഇതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ രവി പറയുന്നു ഞാൻ വിചാരിക്കണു. ഇവിടെയുള്ള പ്രധാന പ്രതിസന്ധി എന്താ? പ്രധാന പ്രതിസന്ധി മന്ത്രിക്ക് താല്പര്യം ഉണ്ടാവും. ഞാൻ മന്ത്രിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ പ്രസാദിനോട് യോജിക്കുന്നില്ല. മന്ത്രിക്ക് താല്പര്യമുണ്ട്, CPM-ന് താല്പര്യമുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫോമർ എവിടെയോ കണ്ണൻകുടിയിലുള്ള ട്രാൻസ്ഫോമർ കൊണ്ടുവച്ചാൽ അതോടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി എന്ന് പറയുകയും ഇനി സമവായത്തിന് ശ്രമിക്കുകയും സമവായം ഉണ്ടാകുമ്പോൾ ഇതേ പദ്ധതി ഇതുപോലെ നടപ്പാക്കാമെന്ന് വിശ്വസിക്കുകയും വീണ്ടും പാരിസ്ഥിതിക അനുമതി ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞത് ആര് വിശ്വസിക്കാനാണ്?
ഇത് സാങ്കേതികമായി നിലനിൽക്കുന്ന കാര്യമാണോ? സമവായം വന്നാൽ വേറൊരു ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇതാണ് ശ്രീ CR നീലകണ്ഠൻ, നിലവിലുള്ള രൂപരേഖ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ KSEB തയ്യാറാകും സർക്കാരിന്റെ അനുമതിയോടെ. അതാണ് കാര്യം. സമവായം ഒരു കാരണവശാലും ഉണ്ടാവുകയില്ല എന്ന് സർക്കാരിനും അറിയാം. ഈ രൂപരേഖയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ 2 രൂപരേഖകളാണല്ലോ KSEB കൊടുത്തിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ രൂപരേഖയിൽ നടപ്പിലാക്കുന്നത് ആദ്യത്തെ രൂപരേഖയാണ്. രണ്ടാമത്തെ രൂപരേഖ പ്രകാരമാണെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി അതേപടി നശിക്കുകയില്ല. ആദ്യത്തെ രൂപരേഖയിലാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി മുഴുവൻ നശിക്കുന്ന രീതിയിലുള്ള രൂപരേഖയാണ്. അപ്പോൾ സമവായം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ. അപ്പോൾ വേണമെങ്കിൽ ആ രൂപരേഖയിൽ മാറ്റം വരുത്താം. അതിന് പ്രത്യേക പാരിസ്ഥിതിക അനുമതിയുടെ ഒന്നും ആവശ്യമില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെത്. ശ്രീ P. പ്രസാദ്, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയായ MP അനിലിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്താണ് KSEBയുടെയും വൈദ്യുതി വകുപ്പിന്റെയും ലക്ഷ്യമെന്ന്. CPI ഇനിയും ഈ സമവായത്തിനുള്ള ഒരു സാധ്യതയും ഇല്ല, അതുകൊണ്ട് ഈ പദ്ധതിയെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന നിലപാടുമായി മുന്നോട്ട് പോയാൽ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഈ പദ്ധതികളെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടോ കോൺട്രാക്ടർമാർക്ക് വേണ്ടിയിട്ടല്ലോ പദ്ധതി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജനങ്ങളാണ് ഇതിൻ്റെ കൊണ്ട് ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ആ ജനങ്ങൾ ശക്തമായ എതിർപ്പായിട്ടുണ്ടാവും. പിന്നെ ഇത് നടപ്പിലാക്കിയ അവിടെ ട്രാൻസ്ഫോമർ കൊണ്ടുവച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. സഹതാവേ എനിക്ക് തോന്നുന്നുള്ളൂ. ഈ പരിസ്ഥിതി അനുമതി ഇതില്ലാതെ റദ്ദായി പോകുമായിരുന്നു. നേരത്തെ ഉള്ളതല്ല, ഇങ്ങനെ സമയം താമസിച്ചതുകൊണ്ട് റദ്ദായി പോയതല്ല. അതിനകത്തെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ കോടതി അടക്കം ഇടപെട്ട് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കേന്ദ്രമായിരുന്നില്ലേ മൊത്തം? എത്ര വ്യാജരേഖകളാണ് ഇവരെല്ലാം ഹാജരാക്കിയിട്ടുള്ളതും. അവരെല്ലാം അഭിനന്ദിക്കാനാണ് എങ്കിൽ കൊള്ളാം, ഗംഭീരമെന്നല്ലാതെ എനിക്ക് വേറെ പറയില്ല. ഒരു കാര്യമുള്ളൂ, ഞാനിരുന്ന് ഇപ്പോൾ ഇത് കേട്ടോണ്ടും എനിക്ക് തോന്നിയത്, സാഹിത്യ വാരപടത്തിൽ പണ്ട് കൃഷ്ണൻ നായർ സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു സാഹിത്യകാരനെ കുറിച്ചായിരുന്നു അത് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് സാഹിത്യം എന്ന് പറഞ്ഞാൽ വരട്ടുചൊറി പോലെയാണ്. വരട്ടുചൊറി വരുന്നവർക്ക് ചൊറിയുന്നവർക്ക് സുഖം ഉണ്ടാവുമെങ്കിലും കാണുന്നവർക്ക് അത് അസഹ്യമായി തോന്നും എന്ന് പോലെയാണ്. KSEBക്ക് അതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു വരട്ടുചൊറി പോലെയാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് അതിന് സന്തോഷവും ഉണ്ടാവും, ഒരു സുഖവും തോന്നുന്നുണ്ടാവും. പക്ഷെ കാണുന്ന മുഴുവൻ ആൾക്കാർക്കും ഇത് അസഹനീയമായ ഒന്നായി തന്നെ എന്തുകൊണ്ട് ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM-ന് ഇത് തോന്നുന്നില്ല? CPM-ന്റെ ചില നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ MA ബേബി എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ, അദ്ദേഹം ഇന്ന് പരസ്യമായി തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട്. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശമാണ് അതിരപ്പള്ളി. അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരാനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി, പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയല്ല എന്ന് CPM-ലെ മറ്റ് പ്രമുഖ നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇവർക്കൊന്നും ഇത് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഈ പദ്ധതി വേണം എന്ന നിലപാടാണ് CPM-നുള്ളത്, മുഖ്യമന്ത്രിക്കുള്ളത് എന്ന കാര്യം വ്യക്തമാണല്ലോ. താങ്കൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും. അല്ല, ഞാനൊന്നും മറച്ചു പിടിക്കുന്നില്ല. ഓരോരുത്തരുടെയും നിലപാടുകൾ അവരെല്ലാം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ ചർച്ചകളിലേക്ക് എത്തുമ്പോൾ എന്താണ് ഗുണം, എന്താണ് അതിൻ്റെ ദോഷം എന്നതിനെക്കുറിച്ച് ഗൗരവതരമായൊരു ചർച്ചയിലേക്ക് എത്തുന്ന അവസരത്തിൽ ആ ദോഷത്തിൻ്റെ കാര്യമാണ് കൂടി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടതിലേക്ക് കേരളം എത്തും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ട് അത്തരം ചർച്ചകൾ മുന്നണിക്കകത്ത് ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. അത് നടക്കാതെ ഇങ്ങനെല്ലാം വഴിയിലെങ്ങാണ്ടും കൊണ്ടൊരു ട്രാൻസ്ഫോമറെല്ലാം വെച്ചിട്ട് മിനിമം വനം വകുപ്പിൻ്റെ പോലും കാടിൻ്റെ ഉടമസ്ഥർ അറിഞ്ഞിട്ടില്ല, കാട് അറിഞ്ഞിട്ടില്ല, നാട് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. അയലറിയാത്ത പ്രസവം കണക്കെ നടക്കേണ്ട ഒന്നല്ലല്ലോ അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ഇതുവരെ നടക്കുന്നതൊക്കെ എന്തൊരു തട്ടിപ്പാണെന്ന് ആലോചിച്ച് നോക്കാം. ഈ തട്ടിപ്പിന് തുല്യം ചാർത്തുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് യോജിക്കുന്ന ഒന്നല്ല. തുല്യം ചാർത്തുന്നില്ല എങ്കിൽ ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത് അങ്ങനെ തുല്യം ചാർത്തുന്നില്ല എങ്കിൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, വകുപ്പ് മന്ത്രിയാണ്, CPM-ആണ്. ആ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ മന്ത്രി MM മണിയെ ടെലിഫോൺ ലൈനിൽ സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ചർച്ച നടത്തിക്കോളൂ, ഞാൻ എന്തായാലും പങ്കെടുക്കുന്നില്ല എന്നാണ്. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾക്ക് പോകേണ്ടത് കൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ശ്രീ SP രവി, ക്ഷമിക്കുക, അല്പസമയത്തിനകം താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, വികസനത്തിന് ആരും എതിര് നിൽക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി. അഥവാ വികസനത്തിന് എതിർ ചേരിയിൽ നിൽക്കുന്നവരെ എന്ത് ചെയ്യണമെന്നറിയാം എന്ന സൂചന പലതവണ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളതാണ്. അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിലും ഈ നിലപാടിൽ പദ്ധതിക്ക് പച്ചക്കൊടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയല്ലേ? അല്ല, അതങ്ങനെ എളുപ്പമൊന്നുമല്ല. ആ നിലപാട്
ഞാനിപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല. പശ്ചിമ ബംഗാളിലൊക്കെ ആ നിലപാടെടുത്തിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് പൊടി പോലുമില്ല കണ്ടുപിടിക്കാന്നുള്ള സ്ഥിതിയായത്. പുതുവൈപ്പിൽ ഇതുപോലെ നമ്മൾ കണ്ടു. ദേശീയപാത, നിരവധി വിഷയങ്ങളിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് ഇതിൽ സംസാരിക്കുന്നതെങ്കിൽ ജനങ്ങൾക്കും അത് നമുക്ക് നിയമപരമായ വഴികളുണ്ട്. ഞങ്ങൾ എന്തായാലും നിയമം ലംഘിച്ച് ഈ പരിപാടിക്ക് പോകില്ല. നിയമപരമായ വഴികളാണ്. കോടതിയുണ്ട്, ജനകീയ സംവിധാനങ്ങളുണ്ട്, രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്. ഇവരുടെ മുഴുവൻ പിന്തുണയോടെ ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാം അത് വലിയ ദോഷമാണെന്ന്. അതുകൊണ്ട് ശക്തമായി ഇടപെടും. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭീഷണി, ഒരു ഭരണാധികാരി അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതല്ലേ മഞ്ജുഷേ, ഇതിലും വലിയ ഭീഷണികൾ